ഈ കാലോചിതമായി എല്ലാം മാറുന്നത് പോലെ ദൈവം എന്ന പ്രതിഭാസവും ഈശ്വരവിശ്വാസവും അല്ലെങ്കിൽ അതിൻ്റെ കൽപ്പനകളും ഒക്കെ മാറ്റപ്പെടണം എന്നുള്ളതാണ് പുതിയ കാലത്തിൻ്റെ ഒരു രീതി. ഞാനിത് പറയാൻ കാരണം നമ്മുടെ അബ്ദുൽ ഹക്കീം അസ്ഹരി നമ്മുടെ സുനിത വില്യംസിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം ഭയങ്കര ട്രോളായി ഒരുപാട് പേർ ആഘോഷിച്ച് ആസ്വദിച്ച് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ പുള്ളിക്കും ഇസ്ലാം മതത്തിനും ഒക്കെ പൂരാ തെറിയാണ്. അപ്പോഴാണ് വേറൊരാളിൻ്റെ ദൈവസങ്കല്പവും കൽപ്പനയും കാണാനിടയായത്. അതിന് ഭയങ്കരമായ പിന്തുണയും കയ്യടിയുമൊക്കെയാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഈ ദൈവവിശ്വാസം പോലും ന്യൂജൻ ആവുകയും ജെൻസി ആവുകയും വേണം എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു ആവശ്യം. ഈ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു സംഗതി ഞാനതിൻ്റെ കണ്ടൻറ്റ് കണ്ടപ്പോൾ അത്രമേൽ പുകിലാവാനൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ത്രീകൾ തനിച്ച് സഞ്ചരിക്കുമ്പോൾ ഈ വിവാഹം നിഷിദ്ധമായ ആരെങ്കിലും, നിഷിദ്ധമായത് മീൻസ് ഒന്നെങ്കിൽ മകൻ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ കൊച്ചാപ്പ അല്ലെങ്കിൽ ആങ്ങള, അങ്ങനെ ആരെങ്കിലും ഒപ്പമുണ്ടാകണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമോ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലോ ഒന്നുമല്ല. അതവരുടെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് വർത്തമാനകാല സംഭവങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ ഇഷ്യൂവിൽ എങ്ങനെയാണ് ആൾ കാനഡയിൽ നിന്ന് പറന്നു വരുന്നു, അല്ലെങ്കിൽ വരട്ടെ എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഒത്തിരി നടക്കുന്നുണ്ട്, നമ്മൾ അറിയാത്ത എത്രയോ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അങ്ങനെ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞത്. അത് ചിലർക്ക് അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചവന് ഒരു സുരക്ഷിതത്വമാണെങ്കിലും അതുള്ളവൻ അതൊരു പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പം നമ്മുടെ രക്ഷകർത്താക്കളൊക്കെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് ആ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ കുട്ടികളോട് ചോദിച്ചാൽ ഈ അധ്യാപകർ എച്ച് ഒക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിനൊരു തടസ്സമാണ്. അപ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ ക്ലാസ് ടീച്ചർ വരില്ല എന്ന് പറയുന്ന ദിവസം? അവർക്കെന്തൊരു സന്തോഷമാണെന്നറിയാമോ എച്ച് ഇനി ഇല്ലെന്ന് പറയുന്ന ദിവസം? അല്ലെങ്കിൽ അവരെ അടിക്കുന്ന ഒരു സാറ്, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന സാറ്, അല്ലെങ്കിൽ കർശന ഭാവം കാണിക്കുന്ന ഒരു സാറ് വരില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്കൊക്കെ കുഞ്ഞു മനസ്സുകളിൽ അങ്ങനെ ആലോചിക്കും, ഈ ഭയങ്കരമായിട്ട് അടിക്കുന്ന ഒരാളാണെങ്കിൽ വണ്ടി ഇടിച്ചങ്ങ് മരിക്കത്തില്ലയോ എന്നൊക്കെ വിചാരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാവും. അവധിയെന്ന് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് അവർക്ക്. ഇപ്പോൾ ഒരു ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചു, വേറൊരു ജില്ലയ്ക്ക് പ്രഖ്യാപിച്ചില്ലെങ്കിൽ എന്തൊരു സന്തോഷമാണ്. കാരണം എന്താ? രക്ഷകർത്താക്കളുടെ മനസ്സല്ല, കുഞ്ഞുങ്ങളുടെ മനസ്സ്. അവർക്ക് സ്വാതന്ത്ര്യം ആഘോഷിക്കണം, അവരെ ആരും നിയന്ത്രിക്കാൻ പാടില്ല, അധ്യാപകനുണ്ടാവാൻ പാടില്ല. പക്ഷേ രക്ഷകർത്താവ് എന്താ നോക്കുന്നത്? ഇതിനകത്ത് ഇങ്ങനെ പോയി പഠിച്ചെങ്കിലേ അവൻ നാളെ ഭാവിയിൽ ഇങ്ങനെ ആവുള്ളൂ, അതുകൊണ്ട് അവൻ പഠിപ്പിക്കണം, അവന് കൃത്യനിഷ്ഠ വേണം, അവന് ചിട്ട വേണം, നാളെ അവനതിൻ്റെ പ്രയോജനം അറിയും എന്ന് പറയുന്നത് പോലെയാണ് സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യുമ്പോൾ വേറൊരാൾ ഉണ്ടാകുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആവുന്നതാണ് നല്ലത് എന്ന് പറയുന്നൊരു നിർദ്ദേശം എന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ എല്ലാവരും സ്കൂളിൽ പോകുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ ഭർത്താവിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയും കൂട്ടിക്കൊണ്ടാണോ പോകുന്നത്? അങ്ങ് പോവുക, അവരൊക്കെ പോകുന്നു. ഇതാരും തടയുന്നൊന്നുമില്ല. പക്ഷേ ഒരു മതമെന്നുള്ള നിലയിൽ അതിന് പറയുമ്പോൾ ഈ മതവും കൂടെ പറയുകയാണ്, ഒരു തടസ്സവും വേണ്ട. ഇപ്പോൾ മതം പറഞ്ഞെന്നിരിക്കട്ടെ, എല്ലാ മതങ്ങളും പറഞ്ഞു അങ്ങനെ വിവാഹം തന്നെ ഒന്നും വേണമെന്നൊന്നുമില്ല. അവരൊരു ഇഷ്ടമുള്ള പോലെ അങ്ങ് ഇണയേറുന്നു, ഇഷ്ടമുള്ള പോലെ അങ്ങ് സന്തോഷിച്ചോ, ഇഷ്ടമുള്ള പോലെ അങ്ങ് മക്കളെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷമായിരിക്കും ഒത്തിരി പേർക്ക്. അതിന് പറ്റുമോ? നിങ്ങളത് ലംഘിച്ചോ, നിങ്ങൾ സ്വാതന്ത്ര്യം എടുത്തോ, നിങ്ങളതിൻ്റെ സംഗതികളെല്ലാം ചെയ്തോ, പക്ഷേ അതിന് പ്രശ്നമില്ല. അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആ പ്രശ്നം വരുന്ന സമയത്ത് അനുഭവിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ നയം. അപ്പോൾ അങ്ങനെ പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ശൂന്യാകാശത്ത് പോകുന്ന സുനിത വില്യംസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ അതിനൊരു മുസ്ലിം അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ പുള്ളിയെ ഭയങ്കര തെറിവിളി. ന്യായമായും ഇപ്പോൾ ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ മുൻകൈയും മുഖവും ഒഴിച്ച് മറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുക, അപ്പോൾ ഷക്കീല മറയ്ക്കുന്നില്ലല്ലോ, ഒരു മുസ്ലിമാണോ എന്ന് എനിക്ക് അറിയൂടാ കേട്ടോ, ഞാൻ പേരുകൊണ്ട് പറയുക, അല്ലെങ്കിൽ വേറെ ആരാണ്ട് മറയ്ക്കുന്നില്ലല്ലോ. എന്തൊരു മുനീറ ഈയിടെ വന്ന് നമ്മുടെ മുകേഷിനെതിരെ പിന്നെന്താ പറയുന്നത്, ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചൊരു മുനീറുണ്ടല്ലോ, അവരും പേര് കൊണ്ടോ അല്ലെ ജന്മം കൊണ്ടോ ഒക്കെ മുസ്ലിമാണ്, പക്ഷേ അവരെന്തൊക്കെ കാണിക്കുന്നു എന്നുള്ളത് പോലെ പുള്ളി എന്നിട്ട് ന്യായമായി പറഞ്ഞതാ. ഈ നിർബന്ധം ആർക്കാ ഉള്ളത്? അത് വിശ്വാസിക്കാണുള്ളത്. കാരണം വിശ്വാസിയോടാണല്ലോ ഈ പറഞ്ഞത് ഇങ്ങനെ ശ്രദ്ധിക്കണം എന്ന്, അല്ലാത്തവർക്ക് അതിൻ്റെ മേലുള്ള ബാധ്യതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സൂചിപ്പിച്ചപ്പോഴത്തേക്ക് പുള്ളിയെ പൊങ്കാലയിട്ട് കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നശിപ്പിച്ച് അങ്ങ് ആസ്വദിക്കുക എല്ലാവരും, ഒരുപാട് പേര്.
അപ്പോഴാണ് ഞാൻ വേറൊരു ദൈവസങ്കല്പം കണ്ടത്. ആ ദൈവസങ്കല്പം കാണുമ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. പുള്ളിയുടെ ആ പ്രകടനമൊക്കെ കണ്ടിട്ട് മിക്കവാറും ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് പുള്ളിയെ ദൈവമായി ആളുകൾ കൊണ്ടുപോകുന്ന ലക്ഷണമാണ് കാണുന്നത്. ദേ ഒന്ന് കണ്ടു നോക്കൂ. ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയാറ്. ഭയമാണ് ദൈവത്തിന്. അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല. അതാണ്. ഇല്ല, ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോണ ദൈവത്തിന്റെ അടുത്തേക്കല്ലേ, ഇഷ്ട ദൈവന്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്ന കഴിയും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. ഷൈൻ്റെ ഒരു സങ്കല്പത്തിൽ ദൈവസങ്കല്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവം എന്താണ് ഷൈൻ? ആക്ച്വലി നമ്മൾ മനുഷ്യരായിരിക്കുന്നത് കൊണ്ടും ഈ രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ടും ദൈവത്തിന് മനുഷ്യന്റെ രൂപം അല്ലേ? അതെ. ശരിക്കും ആ രൂപത്തിലായിരിക്കുമോ ദൈവം? നമ്മളിപ്പോൾ ഉറുമ്പായിരുന്നെങ്കിൽ ദൈവത്തിന്റെ രൂപം ഉറുമ്പായനെ. നമ്മളിപ്പോൾ ആനയാണെങ്കിൽ ദൈവത്തിന്റെ രൂപം ആനയായിരുന്നേനെ അല്ലേ? നമ്മളുടെ ഇപ്പൊ ഏത് രൂപത്തിലാണോ അഹം ഞാൻ, ആ രൂപത്തിൽ തന്നെയാണ് ദൈവം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആക്ച്വലി ദൈവവിശ്വാസികളാണോ ചേട്ടൻ? ദൈവവിശ്വാസിയാണോ? ഈ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള വിശ്വാസമാണോ സ്നേഹമാണോ? ദൈവത്തിനെ സ്നേഹിക്കുന്നു പറയാറ്. ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയാറ്. ഭയമാണ് ദൈവത്തിന്. അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല. അതാണ്. ഇല്ല, ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോണ ദൈവത്തിന്റെ അടുത്തേക്കല്ലേ, ഇഷ്ട ദൈവന്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്ന കഴിയും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൽ നിന്നുണ്ടായതും ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതുമാണ് അല്ലേ? അതെ. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കോ സാമീപ്യത്തിലേക്കോ എത്താനല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു മതങ്ങളും പഠിപ്പിക്കുന്നില്ല. ഇതാണ് ഷൈൻ ടോം പറയുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തിൽ, ഇപ്പോൾ ഇസ്ലാം മതത്തിൽ പരിചയപ്പെടുത്തുന്ന ദൈവത്തിന്, ഉടയതമ്പുരാന് അങ്ങനെ പ്രത്യേകിച്ചൊരു രൂപമോ മക്കളോ സന്താനങ്ങളോ പിതാവോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഗതിയോ ഒന്നുമില്ലാത്ത ഒരു വലിയ പ്രതിഭാസം, ഒരു വലിയ ശക്തി, അങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. രണ്ട്, ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ എന്ന് പറയുന്നിടത്ത് അതിൽ ഈ ജീവിക്കുന്ന ഈ ഭൂമിയിലെ ജീവിതവും മരണാനന്തരം ഉണ്ടെന്ന് പറയുന്ന ജീവിതവും തമ്മിലൊന്നും ഉള്ള വ്യത്യാസമില്ല. ഇവിടെ ആയിരിക്കുമ്പോഴും ദൈവവുമായി കണക്റ്റഡാണ്, ദൈവവുമായി ബോധ്യത്തിലാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്, ദൈവം തന്നിരിക്കുന്ന ആയുസ്സുമായിട്ടാണ് നിൽക്കുന്നത്. അത് ഏത് സമയത്തും അവസാനിപ്പിക്കാവുന്ന സംഗതിയുമാണ്. അപ്പോൾ അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ് മാത്രമല്ല ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ആ സാന്നിധ്യത്തിലും ആ സാമീപ്യത്തിലും അതിൻ്റെ അറിവിലും അതിൻ്റെ ബോധ്യത്തിലും ഒക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പുള്ളി പറഞ്ഞ് ഈ ദൈവസങ്കല്പത്തെ ഇങ്ങനെ എന്താ പറയുന്നത്, പരിഹസിക്കുക എന്നൊക്കെ നമ്മൾ പറയൂലേ. ഖുർആനിലൊരു വാചകമുണ്ട്, ഫവജദ് കലാലം ഫഹദ എന്ന് പറഞ്ഞാൽ അവൻ നിന്നെ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും അവൻ നിനക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. എണ്ണമറ്റ മുറികളും വലിയ കോട്ടക്കുത്തലങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ഭീമാകാരമായ കോട്ടയ്ക്കകത്താണ് ഈ പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ജീവി, നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അത് പൊളിച്ച് പുറത്തിറങ്ങിയാൽ പുറത്ത് പ്രകാശമുണ്ടെങ്കിലും ആ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും നമ്മൾ നമ്മുടെ മൂടുപടം മാറ്റേണ്ടതുണ്ട്. ആ മൂടുപടം മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് ശരിയായ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രകാശം എത്തുകയുള്ളൂ. അകമേ പെയ്യുന്ന ജ്ഞാനമാണ് വേദം. ബാഹ്യമായി കാണുന്ന ചേഷ്ടകളിലൂടെ അല്ല ദൈവത്തെ അറിയുന്നത്. ആ ചേഷ്ടകളൊക്കെയും അല്ലെങ്കിൽ ബാഹ്യമായ കർമ്മങ്ങളൊക്കെയും നമ്മുടെ ഉള്ളിലൊരു ആത്മാനുരാഗമായി ഉള്ളിൽ നിറയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുന്നതിന് വേണ്ടിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുണ്ടല്ലോ, നീ സത്യം ജ്ഞാനമാനന്ദം എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അതായത് പരമമായ സത്യവും ആത്മജ്ഞാനവും കൊണ്ട് ഉള്ളിലുണ്ടാകേണ്ട അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു പരമാനന്ദമാണ് ദൈവം എന്ന് പറയുന്നത്. അല്ലാതെ കേവലമായ രൂപഭാവങ്ങളിൽ പരിഹസിക്കാനും ട്രോളാനും വേണ്ടിയുള്ള ഒരു പ്രതിഭാസമല്ല. ബുദ്ധഭഗവാൻ മുന്നോട്ട് വെക്കുന്ന ഒരു തത്വമുണ്ട്, ഇഹിബാസിക്കോ എന്നതാണ് ആ തത്വത്തിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ആരുമൊന്നും വിശ്വസിക്കേണ്ടതില്ല, സ്വയം പാതയിലേക്ക് വരിക, അറിയുക, അനുഭവിക്കുക, ബോധ്യപ്പെടുക. അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രൂപങ്ങളും അല്ലെങ്കിൽ ബാഹ്യമായി ഇത്തരം ട്രോളൻ കമൻറ്റുകളും പരിഹാസങ്ങൾക്കും അപ്പുറത്ത് ഈ ഉള്ളിൽ നിറയുന്ന വേദമായി പെയ്തിറങ്ങുന്ന ജ്ഞാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന
ഗുരുദേവൻ പറഞ്ഞ ആ ജ്ഞാനമാനന്ദം എന്ന് പറഞ്ഞ മനോഹരമായ ആ വികാരം.